മാങ്ങ കഴുകി ചെത്തി വെച്ചിട്ടുണ്ട്, നല്ലതുപോലെ ചെത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് കൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കണം. ജ്യൂസ് ഉണ്ടാക്കിയ ശേഷമാണ് നമ്മൾ ഇതിന്റെ സീറ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ വീഡിയോയിലോട്ട് പോകാം, കാണാമല്ലോ. അപ്പം ഇതിനായിട്ട് നമ്മളൊരു ജ്യൂസർ എടുക്കുക. അതിലോട്ട് മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല ഫൈനായിട്ട് ജ്യൂസ് അരച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ജ്യൂസ് അരച്ചെടുത്തു. നമ്മൾ അരിച്ചെടുക്കണം ഒരു അരിപ്പയില്. അങ്ങനെ ഞാനെല്ലാം അരിച്ചെടുത്തതിന് ശേഷം തന്നെ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് കുറുക്കിയെടുക്കണം. കുറുക്കിയെടുക്കാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തെ വെള്ളമൊക്കെ പറ്റിച്ച് നല്ല രീതിയിൽ എടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറ്റിക്കുമ്പോൾ നെയ്യോ ഒന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. വെറും 2 സാധനങ്ങൾ മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ ടോട്ടൽ 3 സാധനങ്ങൾ. മാങ്ങ. അപ്പം ഇതിൻ്റെ അകത്തോട്ട് നമ്മളിനി ഇത് കുറുകി വന്നപ്പോൾ ശർക്കര ഒഴിക്കുവാണ്. ശർക്കര ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഒരു ബാലൻസ് നിൽക്കാൻ വേണ്ടി കുറച്ച് ഉപ്പിടും കേട്ടോ. അത്രേ ഉള്ളൂ സംഭവം. എന്നിട്ട് ഇത് ഇത്രയും കൂടെ നല്ലതുപോലെ ഇളക്കി തന്നെ ഈ പരുവത്തിൽ കിട്ടും. ഈ പരുവത്തിൽ കിട്ടിയതിന് ശേഷം നമ്മളിത് ബേക്ക് ചെയ്യാൻ പോകുന്ന വെയിലത്തല്ല, നമ്മൾ ഓവൻ്റെ അകത്താണ്. പണ്ടൊക്കെ എല്ലാവരും ഇപ്പോഴായാലും വെയിലത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്കിവിടെ മഴ കാരണം വെയിലില്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാമെന്ന്. എത്രമാത്രം സക്സസ് ആകുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മളിത് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഞാൻ ഇതെല്ലാം ഓവൻ്റെ പാത്രത്തിൽ ഒരു ബട്ടർ പേപ്പർ ഇട്ടതിന് ശേഷം അതിൻ്റെ അകത്താണ് ഇതെല്ലാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കുന്നത്. ഞാനിതിൽ വെണ്ണയോ ഒന്നും ചെയ്തിട്ടില്ല. വെറും മാംഗോ പൾപ്പ് മാത്രം ഇതിലൊഴിച്ച് സെറ്റ് ചെയ്തതേ ഉള്ളൂ. അതിനുശേഷം ഇത് നമുക്ക് ഓവൻ്റെ അകത്ത് വെച്ചിട്ട് വരാം കേട്ടോ. ഇത് ഓവൻ്റെ അകത്താണ് ഞാൻ വെക്കുന്നത്. ഇതിന് മുമ്പ് പ്രീ ഹീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വേണ്ട ഓവൻ്റെ അകത്ത് വെച്ച് ബേക്ക് ചെയ്ത് ഒരു ദിവസം ഞാൻ വെയിറ്റ് ചെയ്തതിന് ശേഷം, ഒരു രാത്രിയാണ് ചെയ്തതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ ഏത് ഷേപ്പിൽ വേണേലും എടുക്കാം. ഞാനാണെങ്കിൽ ഒരു ബോൾ റൗണ്ട് പോലെ, ഒരു കുഴൽ പോലെ ഷേപ്പിൽ എടുക്കാമെന്ന് വെച്ചു. അപ്പം തന്നെ ഞാൻ ഇതിൽ നിന്നൊന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഭാഗം ഒന്നും എടുക്കുവാണ് കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അറിയണ്ടേ, ഇത് നമ്മുടെ ഓവനിൽ ബേക്ക് ചെയ്തത്. അപ്പം നമ്മുടെ പഴയതിനെ പോലെ തന്നെ, വെയിലത്ത് ബേക്ക് ചെയ്യുന്നതിനെ പോലെ തന്നെ നമ്മൾ ഇതിൽ ഓവൻ്റെ അകത്ത് ബേക്ക് ചെയ്തത് സെയിം തന്നെയാണ് കേട്ടോ. ടേസ്റ്റിനോ വലിയ കാര്യത്തിനോ ഒന്നും വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇത്തിരിയും കൂടെ തിക്നെസ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ ചുരുണ്ട് വരും. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ്. തിന്നിട്ട് ഒരു ഡ്രൈ ഫ്രൂട്ട് തിന്നുന്ന പോലൊക്കെ ഉണ്ട്. ഇത് നമ്മൾ സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് ഒരു സ്വീറ്റ് പോലൊക്കെ എപ്പോഴും കഴിക്കാം കേട്ടോ. മധുരം കഴിക്കണമെന്ന് തോന്നുന്നവർക്കൊക്കെ ഇത് ചെയ്ത് വെച്ചാൽ നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഇതെല്ലാം ബാക്കി ഇങ്ങനെ എല്ലാം റൗണ്ടായിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുക്കുവാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഞാൻ എടുത്തതിന് ശേഷം ഇത് കുറച്ച് ഞങ്ങൾ തിന്ന് തീർത്തു സത്യം പറഞ്ഞാൽ. അങ്ങനെ ബാക്കിയെല്ലാം വേണ്ട ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാനൊരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലേറ്റിലോട്ട്. അങ്ങനെ ഇതെല്ലാം റെഡിയായി. ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പം ഇതിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അയക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. വേറൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.